പ്രദീപും ഞാനും കൂടെ ചേർന്നൊരു കോയിൻ കൊടുത്തെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുത്തൻ ചോദിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ എന്നെ തിരക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. 2-3 കൊല്ലമായി. ഇപ്പോഴും പഴയ കാര്യങ്ങളാണ്. എന്നാലും അത് ഇവിടെ പറയണമെന്ന് തോന്നി. ഇത് യഥാർത്ഥത്തിൽ ആ കോയിൻ മേടിച്ചത് പ്രദീപിൻ്റെ ആൾക്കാരാണ്. ആ വന്നത് മൊത്തം ഒരു ലേഡി ഉൾപ്പെടെ ഉണ്ടായിരുന്നതിൽ ഇത് പ്രദീപ് പറഞ്ഞു വിട്ട ആൾക്കാരും പ്രദീപിൻ്റെ പൈസയ്ക്കാണ് അത് മേടിച്ചത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലീസിന് ഒറ്റി കൊടുത്ത് ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവൻ എന്നെ വിളിച്ച് അവൻ നിൽക്കുന്നിടത്ത് വരുത്തി. അത് തിരുപ്പൂരാണ് അവൻ നിന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ അവൻ ജോലിക്ക് നിൽക്കുന്ന മട്ടിലാണ് അവൻ നിന്നത്. യഥാർത്ഥത്തിൽ അത് ചുമ്മാ കാണിച്ചതായിരുന്നു. ഇവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ, ലക്ഷങ്ങളുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർക്ക് അവിടെ തെള്ളി കൊടുത്ത്, തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഈ തെള്ളി ഉരുക്കി കൊടുത്ത് ഇവൻ ഒരുപാട് ലക്ഷങ്ങൾ അവൻ സമ്പാദിച്ച്. കാരണം എൻ്റെ സാധനം മോട്ടിച്ചുകൊണ്ട് പോയി, അത് ആ പെണ്ണുമ്പിള്ള എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് പിന്നെ അവൻ എന്തോ ഇത് വേറെ സാധനങ്ങൾ മേടിച്ച് അവിടെ കച്ചവടം ചെയ്തവൻ. ചെയ്തിട്ട് അവൻ ഇനിയിപ്പോൾ നാട്ടിൽ വരണമെങ്കിൽ എൻ്റെ ഒരു ഇത് വേണം. കാരണം ഇല്ലെങ്കിൽ ഞാനിവിടെ തട്ടിപ്പാണ്, അവൻ എൻ്റെ സാധനം മോട്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവന് നാണക്കേടല്ലേ അത്. അപ്പോഴത്തേക്ക് ഇവൻ എന്തോ ഇത് എന്നെ എങ്ങനെയെങ്കിലും കുരുക്കണം. അതിനുവേണ്ടി പോലീസിന് ഒറ്റി കൊടുത്തിട്ട് ഞാനിവിടെ വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് എന്നെ അവൻ വിളിച്ചു വരുത്തി അവിടെ. ഇനി അത് സാഹചര്യം കൊണ്ട് പറ്റിപ്പോയാണ്, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഞാൻ തന്നെ പൈസ അതിനെ മുതലാക്കി തരാമെന്നും പറഞ്ഞിട്ട് ഇവൻ എന്നെ വിളിച്ചു വരുത്തി. ഇവൻ തന്നെ പൈസ എല്ലാം റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവൻ്റെ കണ്ടീഷൻ ഇതൊക്കെയാണ്, ജോലിക്ക് നിൽക്കുന്ന രീതി. എന്നിട്ട് ഇവൻ എപ്പോഴും പറയും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. 24 മണിക്കൂർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെന്ന് 2-3 ദിവസം കൊണ്ടായി. അപ്പോഴത്തേക്ക് ഇതേ കണക്ക് 2-3 പേര് എന്നെ മുട്ടുന്നു. എൻ്റെ നമ്പർ പ്രദീപിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരെങ്കിലും ഇല്ലായിരുന്നു. ആ നമ്പർ വെച്ച് എന്നെ മുട്ടുന്നു. കോയിൻ വേണമെന്ന് പറയുന്നു. ആ കോയിൻ പ്രദീപിൻ്റെ കയ്യിലുണ്ട്. ഇവൻ എന്തോ ഇത് ഇവൻ അവരെ വിളിച്ചു വരുത്തി. എന്നെയാണ് അവർ കോണ്ടാക്ട് ചെയ്യുന്നത്. എന്നെ വിളിച്ചു വരുത്തി ഇവൻ ഈ കോയിൻ മേടിപ്പിച്ച്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ വെച്ച് കൊടുത്ത്, കർണാടകയിൽ കൊണ്ടുപോയി അവൻ തന്നെ ടെസ്റ്റ് ചെയ്ത് കാണിച്ച് അവൻ തന്നെ എടുത്തു കൊടുത്ത്. എന്നിട്ട് എന്തോ 50,000 രൂപ അതിൽ ആ ഒരു ചെറുക്കം ഉണ്ടായിരുന്നു ഇടനിലക്കാരനായിട്ട് നിന്ന്. അവൻ 15,000 രൂപ അപ്പോഴേ തന്നെ കൈപ്പറ്റി. ബാക്കി പ്രദീപിൻ്റെ കയ്യിലാണ് ഇരുന്നത്. അതെല്ലാം വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ ഉണ്ട്. ഇത് പഴയ കാര്യങ്ങളാണ്. പിന്നെ എന്നാലും കിടക്കട്ടെന്ന് വിചാരിച്ചതൊക്കെ. ചുമ്മാ അവ ഇനിയിപ്പോൾ ആരെ ഇതാണ് കൂക്കാനൊന്നും നിൽക്കരുത്. ഇവ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന് പൈസ ഇല്ലെന്നുള്ളൊരു രീതി അവിടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു കച്ചവടം ചെയ്തിട്ടാണ് ഇവൻ കേരളത്തിൽ എൻ്റെ കൂടെ വന്നതെന്ന് ഞാൻ അറിയണം. സംഭവം എന്താണ്, യഥാർത്ഥത്തിൽ അവൻ്റെ കയ്യിൽ പൈസയുണ്ട്, ലക്ഷങ്ങൾ അവിടെ തെള്ളി വിറ്റതുണ്ട് അവൻ്റെ കയ്യിൽ. അത് നമ്മൾ അറിയത്തില്ലായിരുന്നു അപ്പോഴും നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നെ നമുക്ക് ആൾക്കാർ പറയുമ്പോഴും അല്ലാതെയും തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞത് സംഭവം ഇവൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോഴത്തേക്ക് ഇവൻ തന്നെയാണ് ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ആ പൈസ മേടിച്ചു, ഞാൻ പറ്റിച്ചെന്ന് പറയുന്നത്. ഈ പ്രദീപ് തന്നെയാണ് ഒരു വഴി കൂടെ പറയുന്നത്. അതെല്ലാം ഈ വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം. അല്ലാതെ നമ്മളൊന്നും ഇതിട്ട് വലിയ ഇതൊന്നും എടുത്തേന്നും കോയിനൊന്നും മേടിച്ചില്ലേ. അവനെ കുറച്ച് ദിവസം കൊണ്ട് ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവൻ അതും തൂക്കി പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. എന്തോ ചെയ്യാൻ പറ്റും ഇപ്പം. ഇല്ല, നിങ്ങളന്ന് കൊടുത്തില്ലേ എന്നാ മറ്റേ ഇല്ല അവൻ്റെ ഇല്ല കർണാടക എന്നാ. അവന്മാരെ എന്നെ തിരക്കി വന്നുകൊണ്ടിരിക്കുന്നെണ്ണ. പൈസയും കിട്ടിയതുമില്ല, 2,000-3,000 രൂപയും കിട്ടി. അവൻ മറ്റേ ചെറുക്കൻ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത്. ഇത് ഇയാളെ കാരണം വലിയ ശല്യം തന്നെയാണ് കേട്ടോ. നമ്മൾ തിരക്കിയൊക്കെ വരുന്നെണ്ണ ചുമ്മാ. ഞാൻ പറഞ്ഞ ഇയാളുടെ അടുത്ത് ഇനി വരുമോ പൊട്ടുപോളൂ എന്ന് പറഞ്ഞു. മറ്റേ ഒരുത്തനെ വിളിച്ചായിരുന്നു, വേറൊരുത്തനാണ് വിളിച്ചത്, പൈസ മുടക്കി ഞാനാണെന്നും പറഞ്ഞിട്ടേ. എൻ്റെ നമ്പരൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചു ഇവനെ കുറിച്ച്. നമ്മളെങ്ങനെയെങ്കിലും ഊക്കണമെന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയാണ്. നമ്മളാകണ്ട എന്തോ ഇത് ചെയ്തെന്നാ, ഇവൻ്റെ പൈസ കണ്ട ഞാൻ തട്ടിയെടുത്തെന്നാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അവനാണെന്നാ എന്നെ വിളിച്ചത്. സന്തോഷം എന്നാണ് എൻ്റെ അടുത്ത് പേര് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നിട്ടില്ല. പിന്നെ കണക്കും പറയുന്നു. അങ്ങനെയാണ് അവിടെ വന്ന് നിന്നെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസയും പറയൊന്നും കിട്ടിയിട്ടില്ല, വരാൻ പറഞ്ഞു ഞാട്ട്. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വന്നില്ല. പിന്നെ അവൻ്റെ കയ്യിലൊന്നും പൈസ ഉള്ളവനൊന്നും അല്ലെണ്ണ. ഈ 35 രൂപയൊന്നും അവ ഇറക്കത്തൊന്നുമില്ല. അവന് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവനാണ്. ഈ പൈസ ഇറക്കിയവരാ. എൻ്റെ ഇവൻ്റെ റെക്കോർഡുണ്ടെണ്ണ ഈ സന്തോഷിൻ്റെ. അവൻ്റെ പൈസയാണ് 50,000, 70,000 കണക്കാണ് ഇപ്പം പറയുന്നത്. 70,000 രൂപ.
ചിലപ്പോൾ അത്രയായിരിക്കും. ആ 20 അവരെടുത്ത് കാണും അണ്ണ. മനസ്സിലായ? മറ്റേ ചെറുക്കം 15 എടുത്ത്, ബാക്കി 35 എണ്ണ വരുന്നുള്ളു. എനിക്ക് തോന്നുന്നു അതായിരിക്കാം. അന്ന് തന്നെ ഇല്ലേ അണ്ണ? ഹലോ, അന്ന് തന്നെ 7000 രൂപ നിങ്ങൾ തന്ന, അതിൽ 4500 രൂപ മറ്റേ ചെറുക്കം വന്ന് മേടിച്ചുകൊണ്ട് പോയി. മനസ്സിലായ? അതും കൂടെ അങ്ങ് പറയണേ, ഇല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ ഇട്ട് ഊക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആ റെക്കോർഡും കൂടെ ഇട്ട് കൊടുക്കാം പുള്ളിക്ക്. അപ്പോൾ പുള്ളി പിന്നെ വരത്തില്ല, നിൽക്കത്തില്ല. ഈ സന്തോഷിനെ വിളിച്ചങ്ങ് സംസാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അണ്ണാ, മറ്റേവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. മറ്റേവനെ മറ്റേ അന്ന് വന്നില്ലേ അണ്ണാ? ഇങ്ങനെ പോകത്തില്ല അണ്ണാ ഇവന്മാരെ, അങ്ങനെ ഇതാവത്തില്ല.